നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.സി. തോമസ് 24-നോട് പറഞ്ഞിരിക്കുകയാണ്. കേരള കോൺഗ്രസിന് 10 സീറ്റിൽ കുറയരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. സീറ്റ് വെച്ച് മാറുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല എന്നും പി.സി. തോമസ് പറയുകയാണ്. ഞാൻ ഇത്തവണ മത്സരിക്കില്ല, ചില പ്രശ്ന കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ മത്സര രംഗത്ത് കാണത്തില്ല. 10 സീറ്റ് ഞങ്ങൾ മത്സരിച്ചതാണ്. നേരത്തെ മത്സരിച്ച സീറ്റുകൾ എന്നുള്ള നിലയ്ക്ക് ആ 10 സീറ്റും ഞങ്ങൾക്ക് വേണം. അതിലേതെങ്കിലും വേറൊരു കക്ഷിക്ക് വേണം എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ചിനാണെങ്കിൽ ഒന്ന് ആലോചിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതല്ലാതെ ഈ 10ൽ കുറയാനായിട്ട് നോക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഇതുവരെ പല പ്രാവശ്യം ഇൻഫോർമലായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ആവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. കേരള കോൺഗ്രസ് പി.ജെ. ജോസഫിന്റെയും പ്രവർത്തകരുടെയും തറവാടാണെന്നും പി.സി. തോമസ് പറഞ്ഞു. അതിനാൽ ജോസ് കെ മാണി തങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ലെന്നും പി.സി. തോമസ് 24-നോട് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കേരള കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിയെ നിലവിലുള്ളൂ. അത് ശ്രീ പി.ജെ. ജോസഫ് സാർ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പാർട്ടിയാണ്. അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെ തറവാടാണ്. ഇനിയും അതിലും കൂടുതൽ ശക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന ശ്രീ പി.ജെ. ജോസഫ് സാറിന്റെ തറവാടാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ഒരു ക്ഷണം ആവശ്യമില്ലായിരുന്നു. അദ്ദേഹം അത്ര നിർബന്ധം പറയുവാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോടുള്ള കാര്യം പറയും, ഞങ്ങളെ ക്ഷണിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. വിപിൻ സി വിജയൻ വാർത്തയുടെ വിവരങ്ങളുമായി. വിപിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ യഥാർത്ഥ തറവാട്ട് വീട് ഏതാ എന്നതിൽ തർക്കം 1-2 ദിവസമായിട്ടുണ്ട്. അതിനിടയിൽ 10 സീറ്റിൽ ഒരു സീറ്റ് പോലും കുറയില്ല എന്നാണോ പി.സി. തോമസ് പറയുന്നത്? ഗുഡ് മോർണിംഗ് ആഷ്മി ക്രിസ്റ്റീന. 10 സീറ്റിൽ ഒരു രീതിക്കും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളത് അടിയുറച്ച് പറയുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനായിട്ടുള്ള പി.സി. തോമസ്. കാരണം അത്തരത്തിലുള്ള ചർച്ചകൾ പ്രധാനമായും നടക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസുമായിട്ട് ഇൻഫോർമൽ ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ 10 സീറ്റിൽ താഴത്തേക്ക് പോകാൻ അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു നിലപാടുള്ളത്. ഇപ്പോൾ തോൽവിയുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ തോൽവി മറ്റ് പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു വാദം കൂടി സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി സീറ്റൊക്കെ വെച്ചു മാറണം എന്നുള്ളതിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ പ്രാദേശിക വികാരം ഉൾപ്പെടെയുള്ളവ വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കേരള കോൺഗ്രസ് അവരുടെ നിലപാട് പ്രഖ്യാപിക്കുന്നത്, 10 സീറ്റിൽ കുറയില്ല എന്നുള്ളത്. ഒപ്പം തന്നെ പി.സി. തോമസ് ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് പാർട്ടിയുടെ മുകളിൽ നിന്നൊക്കെ സമ്മർദ്ദമുണ്ട്. പക്ഷേ താൻ മത്സര രംഗത്തില്ല, അതിന് സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ ആഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏതാണ് കേരള കോൺഗ്രസിന്റെ തറവാട് എന്നുള്ളത് 2 ദിവസമായി തന്നെ ചർച്ച നടക്കുന്നുണ്ട്. ഇത് പി.ജെ. ജോസഫിന്റെ തറവാടാണ്, അല്ലെങ്കിൽ പ്രവർത്തകരുടെ തറവാടാണ്. ആർക്കെങ്കിലും വരണമെങ്കിൽ ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്, കാരണം ഇതാണ് തറവാട് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പി.ജെ. ജോസഫ് വിഭാഗം പറയുന്നത്. ഇത്തരത്തിൽ സജീവമായിട്ടുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്തും ഒക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പി.സി. തോമസ് ഈ വിഷയങ്ങളിലൊക്കെയുള്ള തന്റെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.